സ്വകാര്യം കേൾക്കുന്നൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം കാണാൻ വന്നായിരുന്നു. സൗദി അറേബ്യയിലാണ്. പൗതിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് കണ്ടത്. കുറച്ചധികം നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെക്കുറിച്ച് പറഞ്ഞു. 10 വർഷം മുമ്പ് നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു. നിർത്താൻ പറ്റാത്ത ശീലമാണ്. എപ്പോഴും എല്ലാ ദിവസവും ഡ്രിങ്ക്സ് കഴിക്കും. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വലിയൊരു ഡൂമിൻ്റെ മുകളിൽ അതിങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണ്. ആ സമയത്തൊരു സ്വരം കേട്ടു, എടാ നീ ചുറ്റും നോക്കിയേ. ഇത് നോക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ മുറിവുകളാണ് ഡൂമിൽ. എന്നിട്ട് ആ സ്വരം ഇങ്ങനെ പറഞ്ഞു, എടാ ശത്രുക്കൾ നിന്നെ വെട്ടിയതാ, പക്ഷെ കൊണ്ടത് എനിക്കാ. പിറ്റേ ദിവസം രാവിലെ ആ സ്വപ്നത്തെക്കുറിച്ച് ഭാര്യയോട് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനി ഇതിനേക്കാളും കൂടുതൽ വലിയ കൺഫർമേഷൻ എന്താ വേണ്ടേ? ഇനിയും നിർത്തിയില്ലെങ്കിൽ ദൈവം പോലും ഫെഡപ്പ് ആവും. അന്ന് നിർത്തിയതാണ് ഡ്രിങ്ക്സ് കഴിക്കൽ, സഡൻ ബ്രേക്ക്. പിന്നെ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ഗ്യാതറിങ്സിലൊക്കെ പോവും, പക്ഷെ കഴിക്കില്ല. അപ്പോൾ കൂട്ടുകാർ അത്ഭുതത്തോട് ചോദിക്കും, ഇതെങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി? അപ്പോൾ അദ്ദേഹം പറയും, ദൈവം ഇടപെട്ടു. സ്വപ്നങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇന്നത്തെ ഗോസ്പൽ അതാ പറയാം. ഈ ലോകം മുഴുവൻ രക്ഷിക്കാൻ വന്ന രക്ഷകനെ രക്ഷിക്കുന്ന സ്വപ്നമാണ് ജോസഫ് കണ്ടത്. ജോസഫ് അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. കാരണം ഒറ്റ രാത്രിയിൽ ജോസഫിന് എല്ലാം നഷ്ടപ്പെടാണ്. തൻ്റെ നാട്, തൻ്റെ വീട്, താൻ അന്ന് വരെ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് ജോസഫ് മറ്റൊരു രാജ്യത്തേക്ക് ഒളിച്ചോടുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. സ്വപ്നം പറഞ്ഞിട്ടാണ്. സ്വപ്നത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണത്. നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരാണ്. പക്ഷേ അതിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്ന സാക്രിഫൈസ് എടുക്കാനുള്ള ധൈര്യം നമുക്കില്ല. സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക. സ്വപ്നങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും.